സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. PR ഏജൻസിയെ ചുമതലപ്പെടുത്തിയിട്ടില്ല മുഖ്യമന്ത്രി. 56 വർഷം മുമ്പ് മരിച്ച സൈനികന്റെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചു. സംസ്കാരം നാളെ. മൃഗശാലയിൽ നിന്നും ചാടിപ്പോയ മൂന്നാമത്തെ ഹനുമാൻ കുരങ്ങിനെ പിടിച്ചു. തൃശൂർ പൂരം തിരുതല അന്വേഷണം പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി. അർജുന്റെ കുടുംബത്തിന് 7 ലക്ഷം. വയനാട്ടിൽ സർവ്വതും നഷ്ടപ്പെട്ട ശ്രുതിക്ക് സർക്കാർ ജോലി. വയനാട് ഉരുൾപൊട്ടൽ. മേപ്പാടിയിൽ ടൗൺഷിപ്പിന് സ്ഥലങ്ങൾ കണ്ടെത്തി. 2 ഘട്ടങ്ങളിലായി പുനരധിവാസം. കേരള സ്കൂൾ കലോത്സവം ജനുവരിയിലേക്ക് മാറ്റി. AK ശശീന്ദ്രൻ മന്ത്രിയായി തുടരും. NCP മന്ത്രിമാറ്റം ഉടനില്ല. കാത്തിരിക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. കൂപ്പുകുത്തി ഓഹരി വിപണി. നിക്ഷേപകർക്ക് 10 ലക്ഷം കോടിയുടെ നഷ്ടം. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. സർക്കാരോ താനോ ഒരു PR ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആർക്കും പണം നൽകിയിട്ടില്ലെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. TK ദേവകുമാറിന്റെ മകനാണ് ദ ഹിന്ദുവിന് ഒരു അഭിമുഖം കൊടുക്കുമോ എന്ന് ചോദിച്ച് സമീപിച്ചത്. നേരത്തെ അറിയാവുന്ന യുവാവാണ്. ഇതോടെ അഭിമുഖത്തിന് സമയം കണ്ടെത്തുകയായിരുന്നു. ദ ഹിന്ദു പത്രത്തിന് അഭിമുഖം നൽകുന്നതിന് തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അൻവറിന്റെ ആരോപണം സംബന്ധിച്ചായിരുന്നു ഒരു ചോദ്യം. നേരത്തെ പറഞ്ഞതിനാൽ വിശദമായി പറയുന്നില്ലെന്ന് വ്യക്തമാക്കി. എന്നാൽ അഭിമുഖത്തിൽ പറയാത്ത ചില കാര്യങ്ങൾ പത്രത്തിൽ വന്നു. അത് ചൂണ്ടിക്കാട്ടിയപ്പോൾ ഹിന്ദു പത്രം മാന്യമായി ഖേദപ്രകടനം നടത്തി. ഗൾഫിലുള്ള പലരും ഏജൻസികൾ വഴി എൻ്റെ അഭിമുഖം എടുത്തിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപേ അങ്ങനെയാണ് എടുത്തിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ചൂരൽമല ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനായി മേപ്പാടി പഞ്ചായത്തിലെ നെടുമ്പാല എസ്റ്റേറ്റിലും കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റിലും മോഡൽ ടൗൺഷിപ്പ് നിർമ്മിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ടൗൺഷിപ്പ് നിർമ്മിക്കുമ്പോൾ ഏറ്റവും അനുയോജ്യമാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ഈ സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമപ്രശ്നങ്ങൾ അഡ്വക്കേറ്റ് ജനറലിനെ അടക്കം വിദഗ്ധ ഉപദേശം തേടിയേക്കും. വിദഗ്ധ ഉപദേശം തേടിയിരുന്നു. വേഗം തന്നെ സ്ഥലം കിട്ടുക എന്നത് വളരെ പ്രധാനമാണ്. അതിൻ്റെയൊക്കെ ഭാഗമായി ഇപ്പോൾ കണ്ടിട്ടുള്ള ദുരന്ത നിവാരണ നിയമം 2005 പ്രകാരം പ്രോസെക്ഷൻ ഏറ്റെടുക്കുന്നതിനാണ് മന്ത്രിസഭാ യോഗ അനുമതി നൽകിയത്. അങ്ങനെയാകുമ്പോൾ സ്ഥലം ലഭ്യമാകുന്നതിന് വലിയ കാലതാമസം ഉണ്ടാവുകയില്ല. ദുരന്തത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട കുടുംബങ്ങളെ 1ാം ഘട്ടമായി പുനരധിവസിപ്പിക്കും. വാസയോഗ്യമല്ലാതായി തീർന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടുന്ന മറ്റ് കുടുംബങ്ങളെ 2ാം ഘട്ടമായും പുനരധിവസിപ്പിക്കും. പുനരധിവാസ പദ്ധതിയുടെ 1ഉം 2ഉം ഘട്ടങ്ങളിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കളുടെ കരട് പട്ടിക വയനാട് ജില്ലാ കളക്ടർ പ്രസിദ്ധീകരിക്കും. പട്ടിക അന്തിമമാക്കുന്നത് സംബന്ധിച്ച് വിശദമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. 56 വർഷം മുമ്പ് ലഡാക്കിൽ വിമാന അപകടത്തിൽ മരിച്ച മലയാളി സൈനികന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. ഇലന്തൂർ ഭഗവതി കുന്ന് ഓടലാലിൽ OM തോമസിന്റെയും ഏലിയാമ്മയുടെയും മകൻ തോമസ് ചെറിയാന്റെ മൃതദേഹമാണ് പ്രത്യേക വ്യോമസേനാ വിമാനത്തിൽ തിരുവനന്തപുരത്ത് എത്തിച്ചത്. ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കി വെള്ളി രാവിലെ 10:30 കുടുംബ വീടായ ഇലന്തൂരിലെത്തിക്കും. പൊതുദർശനത്തിന് വീട്ടിലെ ചടങ്ങുകൾക്കും ശേഷം പകൽ 2-ന് ഇലന്തൂർ കാരൂർ സെന്റ് പീറ്റേഴ്സ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കും. ഛത്തീസ്ഗഡിൽ ലഡാക്കിൽ സൈനികരുമായി പോയി വിമാനം 1968 ഫെബ്രുവരി 7-നാണ് അപകടത്തിൽപ്പെട്ട് മഞ്ഞുമലയിൽ കാണാതായത്. ആർമിയിൽ ക്രാഫ്റ്റ്സ്മാനായ തോമസ് ചെറിയാന് അന്ന് 22 വയസ്സായിരുന്നു. 1965-ലാണ് തോമസ് ചെറിയാൻ സേനയിൽ ചേർന്നത്. വിമാനത്തിലുണ്ടായിരുന്ന 103 പേരിൽ 96 പേരും പട്ടാളക്കാരായിരുന്നു. തെരച്ചിൽ നടക്കുന്നതിനിടെ തിങ്കളാഴ്ച പകൽ 3:30-ഓടെയാണ് മഞ്ഞുമലകൾക്കിടയിൽ നിന്നും തോമസ് ചെറിയാന്റെ ഉൾപ്പെടെ 4 പേരുടെ മൃതദേഹം കണ്ടെത്തിയത്. തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും ചാടിപ്പോയ മൂന്നാമത്തെ ഹനുമാൻ കുരങ്ങിനെ പിടിച്ചു. KCBയുടെ സഹായത്തോടെയാണ് മരത്തിനു മുകളിലെ മൂന്നാമത്തെ കുരങ്ങിനെ പിടികൂടിയത്. ഇവയെ പ്രത്യേകം തയ്യാറാക്കിയ കൂട്ടിലേക്ക് മാറ്റുമെന്ന് മൃഗശാല അധികൃതർ അറിയിച്ചു. ചാടിപ്പോയ 2 കുരങ്ങുകൾ തിരികെ കൂട്ടിൽ എത്തിയിരുന്നു. ഭക്ഷണവും ഇണയെയും കാണിച്ച് അനുനയിപ്പിച്ചാണ് 2 പേരെ കൂട്ടിൽ കയറ്റിയത്. മൂന്നാമത്തെ ഹനുമാൻ കുരങ്ങിനെ നിരീക്ഷിക്കാൻ 4 ജീവനക്കാരെ അധികൃതർ നിയോഗിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് മൃഗശാലയിൽ നിന്നും 3 ഹനുമാൻ കുരങ്ങുകൾ ചാടിപ്പോയത്. മൃഗശാല പരിസരത്തെ മരത്തിന് മുകളിലാണ് ഇവ ഉണ്ടായിരുന്നത്. മാസങ്ങൾക്ക് മുൻപ് മൃഗശാല അധികൃതരെ വട്ടം ചുറ്റിയ ഹനുമാൻ കുരങ്ങും ചാടിപ്പോയ 3 ഹനുമാൻ കുരങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു.
തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളിൽ ത്രിതല അന്വേഷണം നടത്താൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ക്രമസമാധാന ചുമതലയിലുള്ള ADGPക്ക് വീഴ്ചയുണ്ടായെന്ന് DGP റിപ്പോർട്ട് ചെയ്തു. ഇത് വിശദമായി അന്വേഷിക്കാൻ പോലീസ് മേധാവിയെ നിയോഗിച്ചതായി മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ പൂരം അലങ്കോലമാക്കാൻ ശ്രമം നടന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിലെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ഏർപ്പെടുത്തി. പൂരം ചുമതല ഉണ്ടായിരുന്ന വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരിൽ ആരുടെയെങ്കിലും ഭാഗത്ത് വീഴ്ചയുണ്ടായോ എന്ന് ഇന്റലിജൻസ് മേധാവി മനോജ് എബ്രഹാം അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ തനതായ സാംസ്കാരിക അടയാളമാണ് പൂരം. അന്താരാഷ്ട്ര സാംസ്കാരിക പൈതൃക ഉത്സവം കൂടിയാണ്. എക്സിബിഷൻ തറവാടകയുമായി ബന്ധപ്പെട്ടും ആനകളുമായി ബന്ധപ്പെട്ടും വന്ന പ്രശ്നങ്ങളിൽ സർക്കാർ ഇടപെട്ട് നല്ല രീതിയിൽ പരിഹാരപ്പെട്ടു. ദേവസ്വങ്ങൾ എല്ലാം സംതൃപ്തി രേഖപ്പെടുത്തി. നാടിന്റെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നായ പൂരം കുറ്റമറ്റ രീതിയിൽ നടത്താനാണ് സർക്കാർ ശ്രമിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ ഘട്ടത്തിലായിരുന്നു പൂരം. വലിയ രീതിയിൽ ജനങ്ങൾ പൂരത്തിനെത്തി. പൂരത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ചില വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അതുമായി ബന്ധപ്പെട്ട് പൂരം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായത് സർക്കാർ ഗൗരവമായി കണ്ടാണ് അന്വേഷണം സമഗ്രമായി നടത്താൻ തീരുമാനിച്ചത്. അതിനായി ക്രമസമാധാന ചുമതലയുടെ DGP റിപ്പോർട്ട് 24 ലഭിച്ചു. എന്നാൽ സമഗ്രമായ അന്വേഷണ റിപ്പോർട്ടുമായി കണക്കാക്കാൻ സാധിക്കില്ല. പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ പൂരവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം മുൻനിർത്തി അരങ്ങേറിയ ആസൂത്രിതമായ നീക്കം കടന്നു തുടങ്ങിയ അനേകം കാര്യങ്ങൾ റിപ്പോർട്ടിലുണ്ട്. അവയെല്ലാം ഉൾപ്പെടുന്ന നടന്ന കുറ്റകൃത്യങ്ങൾ അന്വേഷിച്ച് ഭാവിയിൽ പൂരം നന്നായി നടത്തുവാനുള്ള സംവിധാനം ഒരുക്കേണ്ടതുണ്ട്. സാമൂഹിക അന്തരീക്ഷം തകർക്കാനുള്ള കുൽസിത ശ്രമം അനുവദിക്കില്ല. ആഘോഷം ഉത്സവം എന്ന രീതിയിൽ ചുരുക്കി കാണേണ്ട ആ കാര്യമില്ല. കേരള സമൂഹത്തെ ആകെ ബാധിക്കുന്ന കാര്യമാണ്. പൂരവുമായി ബന്ധപ്പെട്ട എല്ലാ കുറ്റകൃത്യങ്ങളും ഗൗരവമായി അന്വേഷിക്കണമെന്ന് മന്ത്രിസഭ ചർച്ച ചെയ്തെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഷിരൂർ മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടപ്പെട്ട അർജുന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപ നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ സർവ്വതും നഷ്ടമായ ശ്രുതിക്ക് സർക്കാർ ജോലി നൽകാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായതായി മുഖ്യമന്ത്രി അറിയിച്ചു. വയനാട് ദുരന്തത്തിൽ രക്ഷിതാക്കളെ നഷ്ടമായ കുട്ടികൾക്കുള്ള നഷ്ടപരിഹാരവും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. അച്ഛനെയും അമ്മയും നഷ്ടമായ കുട്ടികൾക്ക് 10 ലക്ഷം രൂപയും ഒരു രക്ഷിതാവിനെ നഷ്ടമായ കുട്ടിക്ക് 5 ലക്ഷം രൂപയുമാണ് പ്രഖ്യാപിച്ചത്. വനിതാ ശിശു വികസന വകുപ്പ് വകുപ്പാണ് തുക നൽകുക. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. മുതിർന്ന 3 ഹമാസ് നേതാക്കളെ വധിച്ചതായി ഇസ്രയേൽ സൈന്യം. 1 വർഷത്തോളമായി പലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന അധിനിവേശത്തിൽ മുതിർന്ന 3 ഹമാസ് നേതാക്കളെ വധിച്ചതായി ഇസ്രയേൽ സൈന്യം. 3 മാസം മുമ്പ് നടത്തിയ ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്ന് സൈന്യം പറഞ്ഞു. ഹമാസ് ഗവൺമെന്റിന്റെ തലവൻ റൌഹി മുഷ്ത, ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയുടെ സെക്യൂരിറ്റി പോർട്ട്ഫോളിയോ വഹിച്ചിരുന്ന സമ അൽ സിറാജ്, കമാൻഡർ സമി ഔദി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഹമാസിന്റെ ഏറ്റവും മുതിർന്ന പ്രവർത്തകരിൽ ഒരാളായിരുന്നു മുഷ്ത. 2015 US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മുസ്താഹെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു. കൂപ്പുകുത്തി ഓഹരി വിപണി. നിക്ഷേപകർക്ക് 10 ലക്ഷം കോടിയുടെ നഷ്ടം. ഓഹരി വിപണിയിൽ ഇന്ന് കഴിഞ്ഞുപോയത് നഷ്ടങ്ങളുടെ ഒരു വ്യാഴാഴ്ചയാണ്. സെൻസസ് 1769 പോയിന്റ് 19 പോയിന്റ് നഷ്ടത്തിൽ 82,497 കോടി 497 പോയിന്റ് 10-ലും. നിഫ്റ്റ് 54.80 പോയിന്റ് താഴ്ന്ന് 25,250 ക്ലോസ് ചെയ്താണ് ഇന്നത്തെ വിപണി അവസാനിച്ചത്. മിഡിൽ ഈസ്റ്റിൽ സംഘർഷം രൂക്ഷമായതോടെ ഏഷ്യൻ സൂചികളോടൊപ്പം രാജ്യത്തെ വിപണിയും തകർച്ച നേരിട്ടതാണ് കാരണം. ഇതോടെ ഒറ്റയടിക്ക് നിക്ഷേപകരുടെ സാമ്പത്തിൽ നിന്നും ഇല്ലാതെ 10 ലക്ഷം കോടി രൂപയാണ്. BSEയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ മൊത്തം വിപണി മൂല്യം 464.3 ലക്ഷം കോടിയായി താഴ്ന്നു. റിലയൻസ് ഇൻഡസ്ട്രീസ്, HDFC ബാങ്ക്, ICICI ബാങ്ക്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, NIT, ഭാരതി എയർടെൽ എന്നിവയാണ് സെൻസസ് ഓഹരികളിൽ പ്രധാനമായും തകർച്ച നേരിട്ടത്. AK ശശീന്ദ്രനെ മാറ്റി തോമസ് K തോമസിനെ മന്ത്രിയാക്കുന്നത് സംബന്ധിച്ച നീക്കം ഉടഞ്ഞില്ല. മുഖ്യമന്ത്രിയുമായുള്ള NCP നേതാക്കളുടെ കൂടിക്കാഴ്ച പൂർത്തിയായി. കാത്തിരിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതോടെ AK ശശീന്ദ്രൻ മന്ത്രിയായി തുടരും. കൂടിക്കാഴ്ചയിലെ തീരുമാനം സംസ്ഥാന നേതൃത്വം ദേശീയ നേതാക്കളെ അറിയിക്കും. AK ശശീന്ദ്രനെ മാറ്റി തോമസ് K തോമസിനെ മന്ത്രിയാക്കണമെന്നാണ് NCP നേതൃത്വത്തിന്റെ തീരുമാനമെന്ന് NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ നേരത്തെ അറിയിച്ചിരുന്നു. പവാർ അനുകൂലിച്ചിട്ടും
ശശീന്ദ്രനെ മാറ്റാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു സംസ്ഥാന നേതൃത്വം. മുഖ്യമന്ത്രിയുടെ നിലപാട് അറിഞ്ഞ് അന്തിമ തീരുമാനത്തിലേക്ക് എത്താനായിരുന്നു ധാരണ. പക്ഷേ കൂടിക്കാഴ്ച നീളുകയായിരുന്നു. തോമസ് കെ തോമസിനെ ക്യാബിനറ്റിലേക്ക് കൊണ്ടുവരുന്നതിനോട് മുഖ്യമന്ത്രി അത്ര താല്പര്യം കാട്ടിയിരുന്നില്ലായിരുന്നു. മന്ത്രിസ്ഥാനം പാർട്ടിയുടെ ആഭ്യന്തര കാര്യമായിരിക്കെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ നോ പറയാൻ ആകില്ലെന്നായിരുന്നു ചാക്കയുടെ നിലപാട്. എന്നാൽ കാത്തിരിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയ സ്ഥിതിക്ക് കെ ശശീന്ദ്രനെ മാറ്റുമോ എന്ന് അറിയാൻ ഇനിയും കാത്തിരിക്കണം. 63-ാം കേരള സ്കൂൾ കലോത്സവത്തിന്റെ തീയതികളിൽ മാറ്റം. ഡിസംബർ 4-ന് ദേശീയാടിസ്ഥാനത്തിൽ നാഷണൽ അച്ചീവ്മെന്റ് സർവേ പരീക്ഷ നടത്താൻ തീരുമാനിച്ച കാര്യം കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സർക്കുലർ പ്രകാരം അറിയിച്ചതിന് പിന്നാലെയാണ് കലോത്സവത്തിന്റെ തീയതികളിൽ മാറ്റം വരുത്തിയത്. തിരുവനന്തപുരത്ത് ഡിസംബർ 3 മുതൽ 7 വരെ നടക്കേണ്ടിയിരുന്ന കലോത്സവം ജനുവരി ആദ്യവാരത്തേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത്. കൃത്യമായ തീയതി പിന്നീട് അറിയിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. നാറ്റ് പരീക്ഷ കൂടാതെ ഡിസംബർ 12 മുതൽ 20 വരെ രണ്ടാം വാർഷിക പരീക്ഷ നടക്കുന്നതിനാലും 21 മുതൽ 29 വരെ ക്രിസ്മസ് അവധിയായതിനാലും കേരള സ്കൂൾ കലോത്സവത്തെ നേരത്തെ നിശ്ചയിച്ചില്ല തീയതികളിൽ നടത്താൻ സാധിക്കില്ല. അതുകൊണ്ടാണ് കലോത്സവം ജനുവരിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. 2025 ജനുവരിയിലേക്ക് കലോത്സവം മാറ്റിയ സാഹചര്യത്തിൽ സ്കൂൾ ഉപജില്ല ജില്ലാ കലോത്സവം ക്രമീകരിക്കും. സ്കൂൾ സബ് ജില്ലാ തല മത്സരങ്ങൾ ഒക്ടോബർ 15, നവംബർ 10, ഡിസംബർ 3 എന്നീ തീയതികളടക്കം പൂർത്തീകരിക്കും. കേരള സ്കൂൾ കലോത്സവം മാനുവൽ ഭേദഗതികൾ ഉൾപ്പെടുത്തി സമഗ്രമായി പരീക്ഷിച്ചുകൊണ്ടാണ് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. തദ്ദേശീയ നൃത്തരൂപങ്ങളായ മംഗലം കളി, പണിയ നൃത്തം, മലപ്പുഴ ആട്ടം, പിരുള നൃത്തം, പാളിയ നൃത്തം എന്നീ 5 ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഉത്തരവ്. കലോത്സവത്തിന്റെ വെബ്സൈറ്റുകൾ പരിഷ്കരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. നടൻ മോഹൻരാജ് അന്തരിച്ചു. പ്രശസ്ത നടൻ മോഹൻരാജ് അന്തരിച്ചു. കടിഞ്ഞംകുളത്തെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. ശാരീരിക അവശതകളെ തുടർന്ന് ഏറെ നാളായി വിശ്രമത്തിലായിരുന്നു. വെള്ളിയാഴ്ചയാണ് സംസ്കാരം. കിരീടം സിനിമയിലെ കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രമായിരിക്കും മോഹൻരാജ് എന്ന കഥാപാത്രത്തെ ഓർക്കുമ്പോൾ മലയാളികളുടെ മുന്നിലേക്ക് ആദ്യം ഓടിയെത്തുക. 300-ലേറെ ചിത്രങ്ങളിൽ വേഷമിട്ട താരം നിരവധി വില്ലൻ വേഷങ്ങൾ അവിസ്മരണീയമാക്കിയിട്ടുണ്ട്. കിരീടം, ചെങ്കോൽ, നരസിംഹം എന്നിവയാണ് പ്രധാന ചിത്രങ്ങൾ. 1988-ൽ കെ മധു സംവിധാനം ചെയ്ത് മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തിയ 3-ാം മുറയിലൂടെയാണ് മോഹൻരാജ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. അതിനുശേഷമാണ് താരം കിരീടത്തിലേക്ക് എത്തുന്നത്. തന്റെ 2ാമത്തെ സിനിമയിലൂടെ തന്നെ മോഹൻരാജ് പ്രേക്ഷകർക്ക് സുപരിചിതനാവുകയായിരുന്നു. 2022-ൽ പുറത്തിറങ്ങിയ റോഷാക്ക് ആണ് അവസാന ചിത്രം. റോഷാക്കിൽ വിശ്വനാഥൻ എന്ന കഥാപാത്രത്തെയാണ് മോഹൻരാജ് അവതരിപ്പിച്ചത്. മലയാളത്തിന് പുറമെ തെലുങ്ക്, തമിഴ് ചിത്രങ്ങളിലും താരം അഭിനയിച്ചിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്നു മോഹൻരാജ്. സൈബർ ആക്രമണം. അർജുന്റെ കുടുംബം പരാതി നൽകി. സൈബർ ആക്രമണങ്ങൾ വർദ്ധിച്ചതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകി. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ കുടുംബം കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയത്. സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങളിൽ വർഗീയ അധിക്ഷേപം നടക്കുന്നുവെന്ന് കുടുംബം പരാതിയിൽ വ്യക്തമാക്കി. അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയ, സഹോദരി അഞ്ജു, സഹോദരി ഭർത്താവ് ജിതിൻ എന്നിവർ കമ്മീഷണർ ഓഫീസിലെത്തിയാണ് പരാതി നൽകിയത്. ലോറി ഉടമ മനാഫിനെതിരെ അർജുന്റെ കുടുംബം ഇന്നലെ രംഗത്തെത്തിയിരുന്നു. വൈകാരികതയെ ചൂഷണം ചെയ്യുകയാണെന്ന് പറഞ്ഞാണ് കുടുംബം മനാഫിനെതിരെ ആരോപണം ഉന്നയിച്ചത്. ഇതിനുശേഷമാണ് സോഷ്യൽ മീഡിയയിൽ അർജുന്റെ കുടുംബത്തിന് നേരെ വ്യാപക ആക്രമണമുണ്ടായത്. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് കണ്ണൂരിൽ തുടക്കമായി. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം കണ്ണൂരിൽ തുടങ്ങി. 14 ജില്ലകളിലെ സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിലെ 1600 കുട്ടികളാണ് പങ്കെടുക്കുന്നത്. കണ്ണൂർ മുനിസിപ്പൽ സ്കൂളിലെ മുഖ്യവേദിയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. തൊട്ടടുത്ത സ്കൂളിലടക്കം 8 വേദികളാണ് മത്സരം. മോഹിനിയാട്ടം, നാടോടി നൃത്തം, സംഘനൃത്തം, ലളിതഗാനം, സംഘഗാനം, ദേശഭക്തി ഗാനം, ഉപകരണ സംഗീതം, പെൻസിൽ ഡ്രോയിങ്, ജലച്ഛായം ഇനത്തിൽ 3 വേദികളിലായി വിദ്യാർത്ഥികളാണ് മത്സരിക്കുന്നത്. കേൾവി പരിമിതിയുള്ളവർ 15 ഇനങ്ങളിലും കാഴ്ച പരിമിതിയുള്ളവർ 19 ഇനങ്ങളിലും വെള്ളി ശനി ദിവസങ്ങളിൽ മത്സരിക്കും. സമാപന സമ്മേളനം ശനിയാഴ്ച വൈകിട്ട് 5-ന് സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി